അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണെന്ന് അറിയാമോ? വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു ഏതാണ്? വൈദ്യുത വിളക്കുകൾ. വൈദ്യുത വിളക്കെന്ന് പറഞ്ഞാൽ എന്താകാം? ബൾബാകാം, ട്യൂബാകാം. വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു ലൗഡ് സ്പീക്കർ, അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ ആണ് കേട്ടോ. വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നത് എന്താണ്? ലൗഡ് സ്പീക്കർ. അതുപോലെ തന്നെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു തേപ്പ് പെട്ടി, അയൺ ബോക്സ്. തേപ്പ് പെട്ടിയുടെ ഇംഗ്ലീഷാണ് അയൺ ബോക്സ്. തേപ്പ് പെട്ടി, ഇലക്ട്രിക് ഓവൻ, ഇലക്ട്രിക് ഹീറ്റർ. ഇതൊക്കെ എന്താണ്? ആ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ ഉദാഹരണമാണ്. അതുപോലെ തന്നെ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതൊക്കെയാണ്? ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് മോട്ടോറും ഇലക്ട്രിക് ഫാനും ഒക്കെ എന്താണ്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ. ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ബാറ്ററി കേട്ടോ. ബാറ്ററി എന്ത് ചെയ്യുന്നു? രാസോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് സെല്ല്. ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് സെല്ല്. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെല്ലുകൾ. ഏതാണ്? സോളാർ സെല്ലുകൾ. സോളാർ സെല്ലുകൾ എന്താണ്? വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജത്തെ സോളാർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ സൗരോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു.